ലോകത്തിലെ അടിസ്ഥാന വർഗത്തിന് ദിശാബോധം നൽകിയ ദാർശനികനാണ് കാൾ മാർക്സ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് മെയ് 5. നമ്മൾ ജീസസ് ക്രൈസ്റ്റിനെ യേശു ക്രിസ്തു എന്ന് വിളിക്കും പോലെ കാൾ മാർക്സിനെ കാറൽ മാർക്സ് എന്ന് നമ്മൾ മലയാളീകരിച്ച് വിളിക്കാറുണ്ട്. ഇന്ത്യയിൽ, വിശിഷ്യ കേരളത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, അതായത് ഏഷ്യാനെറ്റ്, മനോരമ, മീഡിയ 1 എന്നിങ്ങനെയുള്ള കേരളത്തിലെ മാധ്യമ പ്രമുഖർ, മാപ്രകളെന്ന് നമ്മൾ എളുപ്പത്തിൽ വിളിക്കും, കാൾ മാർക്സിൻ്റെ ജന്മദിനം മെയ് 5 അപ്രഖ്യാപിത കരിദിനമായി ആചരിക്കുന്നു എന്നുള്ളൊരു ശ്രുതി കേൾക്കുന്നത് ശരിയാണോ എന്നറിയില്ല. 16ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം മെയ് 4 വന്നു. ഐക്യജനാധിപത്യ മുന്നണി വൻ വിജയം നേടി. ഇടതുപക്ഷം വലിയ പരാജയം നേരിട്ടു. മാപ്രകളുടെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ചാനൽ ഫ്ലോറുകളിൽ അവർ ആനന്ദനൃത്തം ചവിട്ടി, ആർത്തട്ടഹസിച്ചു. ഏഷ്യാനെറ്റിൽ വിനു വി ജോണും PG സുരേഷ് കുമാറും തങ്ങളുടെ സ്ഥിരം പുച്ഛ വിമാനങ്ങളിൽ പരുഷം പറയൽ മിസൈലുകൾ CPM-ന് നേരെ ചൊരിഞ്ഞു. സിന്ധു സൂര്യകുമാർ പിണറായി വിജയൻ കേരളത്തിലെ അവസാന മുഖ്യമന്ത്രിയാണെന്ന് തൊണ്ട കീറി പ്രാഗി. ഉണ്ണി ബാലകൃഷ്ണൻ ഉറഞ്ഞു തുള്ളി കലി തീർത്തു. മനോരമ സോഷ്യൽ മീഡിയയിൽ തോറ്റ മന്ത്രിമാരുടെ ഫോട്ടോ തോറ്റു എന്ന ക്യാപ്ഷനോടെ വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്തു. ഉൾപ്പുളകം കൊണ്ടു. മീഡിയ 1-ൽ C. ദാവൂദിൻ്റെ നേതൃത്വത്തിൽ സമയമെടുത്ത് നിർമ്മിച്ച ഔട്ട് ഓഫ് ഫോക്കസ് ബോംബ് പൊട്ടി ഇടതുപക്ഷത്തിന് നാശം വിതച്ചതിനെക്കുറിച്ചുള്ള ചർച്ച ആനന്ദ ഫോക്കസ് എന്ന പേരിൽ നടന്നു. ചുണ്ടനക്കാതെയുള്ള ദാവൂദിൻ്റെ സൈദ്ധാന്തിക വിശകലനവും വന്നു. പ്രമോദ് രാമൻ്റെയും C. ദാവൂദിൻ്റെയും അജിംസിൻ്റെയും നേതൃത്വത്തിൽ അടുത്ത ഔട്ട് ഓഫ് ഫോക്കസ് ബോംബിനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞു. റിപ്പോർട്ടറിൽ സ്മൃതി പരുത്തിക്കാട് കൈകൊട്ടിച്ചിരിച്ച് അരുൺകുമാറിനെ പ്രകോപിപ്പിച്ചു. 24-ൽ ശ്രീകണ്ഠൻ നായരുടെ ബ്രേക്ക് ഡാൻസും ഹാഷ്മിയുടെ കഥാപ്രസംഗവും അരങ്ങ് തകർത്തു. തോൽവിയെക്കുറിച്ച് M. സ്വരാജിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അത് കണ്ട ഉടനെ എപ്പോഴും വിനയാന്വിതനും പുച്ഛം തൊട്ടു തീണ്ടാത്തയാളും അഹങ്കാരം അടുത്തുകൂടി പോലും പോയിട്ടില്ലാത്ത ആളുമായിട്ടുള്ള അബ്ജോദ് വർഗീസ്, ഏഷ്യാനെറ്റിൻ്റെ മാധ്യമപ്രവർത്തകൻ, സ്വരാജിന് അഹങ്കാരമാണെന്ന് വിധി പറഞ്ഞു. ഇതൊക്കെ സംഭവിച്ചപ്പോഴും 4-ാം തീയതി കടിച്ച പാമ്പുകളും ഇടഞ്ഞ ആനകളും ഒക്കെ വാർത്തയിൽ ഇടം കിട്ടാത്തതിൻ്റെ പേരിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. എപ്പോഴും കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.